നമസ്കാരം. ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എത്ര ശ്രമിച്ചാലും അവസാന നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയാണോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ അധ്യായം. ആ നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത് അത്യപൂർവമായൊരു ഭാഗ്യകാലം എന്നതാണ് ജ്യോതിഷ പ്രവചനമായി ഇന്ന് എനിക്ക് പറയാനുള്ളത്. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് വെറും ഒരു ധനലാഭം എന്ന് മാത്രമല്ല, രാജയോഗത്തിൻ്റെ ശക്തിയാണ്. അത് ജീവിതത്തിലെ ഉയർച്ചയും ബഹുമാനവും സമാധാനവും സാമ്പത്തിക വളർച്ചയും ഒരുമിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഒരു ജലപ്രവാഹം പോലെ എത്തിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സമയം. ഈ ഭാഗ്യകാലം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും മാറി ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് തുടങ്ങുന്നത്. ധനലാഭത്തിൻ്റെയും അതേപോലെ കുടുംബ ഐക്യത്തിൻ്റെയും കുടുംബ സൗഖ്യത്തിൻ്റെയും വഴികൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി തുറന്നു കിട്ടുന്നതാണ്. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇനി മുതലായിരിക്കും ലഭിക്കുന്നത്. ഇതുവരെ കാത്തിരുന്നതായ അവസരങ്ങൾ ഒന്നൊന്നായി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന സമയം. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സ്ഥാനമാനാദി ലബ്ധി, സമൂഹത്തിൽ അംഗീകാരം എന്നിവ വന്നു ചേരും. ജോലിയിലും അതേപോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വലിയ ഒരു സാമ്പത്തിക ഉയർച്ച ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം, നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ വേണ്ടുന്ന കാര്യം ദൈവാനുഗ്രഹമാണ്. അല്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പോവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. വളരെ ശക്തമായി തന്നെയാണ് ദൈവാനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ വീട്, വാഹനം, സമ്പത്ത് എന്നിവയിൽ ഒരു വളർച്ച നിങ്ങൾക്ക് ഇനി മുതൽ ദൃശ്യമാകുന്നതാണ്. അടുത്തത് മകമാണ്. മകം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യത്തിൻ്റെ വാതിലുകളാണ് തുറക്കപ്പെടുന്നത്. നിങ്ങളുടെ വാക്കിനും സാന്നിധ്യത്തിനും വരെ വളരെ വലിയ ഒരു വില മതിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. ഇനി പൂയമാണ് അടുത്ത നക്ഷത്രം. പൂയം നക്ഷത്രക്കാർക്കും വളരെ നാളായി ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി മനസമാധാനം കൈവരും. ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായ നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും പൊടി പൂരം എന്നതുപോലെയുള്ള സമയമാണ്. സാമ്പത്തിക നേട്ടങ്ങളും പുതിയ സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരാനുള്ള സാധ്യതാ സമയം. പണം കൈവശം നിലനിൽക്കുന്ന സമയം. അതായത് കുറച്ചു നാളുകളായി പണം കയ്യിലേക്ക് വരുന്നുണ്ട്, പക്ഷേ അധിക ചിലവുകളാൽ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ദൂർത്തടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സേവിങ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം സംഭവിക്കുന്നില്ല. എന്നാൽ ഇനി മുതൽ അതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ധനം സേവ് ചെയ്യാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും അധികാരം, സ്വാധീനം, പദവികൾ, നാലാൾ മതിക്കുന്ന, അതായത് നമ്മൾ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അത് കേൾക്കാനും അതിനെ വിലമതിക്കാനും ആളുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വാക്കിന് വില ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ള സമയമാണ്. അതായത് ദൈവാധീനമാണ് ഇതിനൊക്കെയും കാരണമാകുന്നത്. ദൈവാധീനം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ചെറിയ ചില കാര്യം മതി വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിത തലത്തിൽ കൊണ്ടുവരാനായിട്ടും. ഇവിടെ സമ്പത്ത്, ബഹുമാനം എല്ലാം ഒരുമിച്ച് ലഭിക്കാൻ പോകുന്ന സമയം. എന്നാൽ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ഓർക്കണം. ഭാഗ്യം വരുമ്പോൾ അഹങ്കരിക്കുവാൻ പാടില്ല. ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തു എന്നതല്ല. എൻ്റെ നല്ല മനസ്സ്, എൻ്റെ ക്ഷമാശീലം, എൻ്റെ ഭക്തി, ഇതൊക്കെ കണ്ട് ഭഗവാൻ എന്നിലേക്ക് അനുഗ്രഹമായി ഇതൊക്കെ നൽകി എന്ന ഭാവത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. വിനയത്തോട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്തും നേടാൻ സാധിക്കുമെന്നതാണല്ലോ. ഇവിടെ രാജയോഗത്തിൻ്റെ ഫലം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും വന്നു ചേരുകയുള്ളൂ. ദൈവത്തോട് നന്ദിയുള്ള മനസ്സിനെയാണ് നമ്മൾ എപ്പോഴും വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ നന്ദിയില്ലാത്ത ഒരു മനസ്സാണുള്ളതെങ്കിൽ
ഭാഗ്യം അധിക നാൾ നിൽക്കുകയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചില ആളുകൾക്ക് ഭാഗ്യം പെട്ടെന്ന് വരും, അതേപോലെ തന്നെ അധപ്പതിച്ചു പോകും. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഭാവം ഇതെനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ നേടിയെടുത്തു എന്നതാണ്. അങ്ങനെയല്ല വേണ്ടത്. ദൈവം തന്നു, അത് ഞാൻ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു, ആ ഒരു ഭിക്ഷ എന്നോണം ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ധാർഷ്ട്യം കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്ന് എപ്പോൾ ചിന്തിക്കുന്നു, അന്നേരം മുതൽ, ആ ഒരു സമയം മുതൽ പതനം തുടങ്ങുന്നു എന്നതാണ്. പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്കും അത് അറിയാൻ സാധിക്കുന്നതാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നതാണ്, വിനയം എവിടെയുണ്ടോ അവിടെയാണ് ഭഗവാൻ വസിക്കുന്നത്. വിനയമില്ലാത്തവൻ്റെ കയ്യിൽ പണമെന്നല്ല ഒന്നും നിലനിൽക്കുകയില്ല എന്നതാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ, അവരെ കുറ്റപ്പെടുത്തുന്നത്, അങ്ങനെയുള്ള ചിന്തകളും പാടുള്ളതല്ല. നിങ്ങളും അങ്ങനെയുള്ള ചിന്തകളിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഉയർച്ചയിലേക്ക് എത്താൻ ഭഗവാൻ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ശാന്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ വളരെ വലിയൊരു ഭാഗ്യമായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ ഈ ഭാഗ്യം കൂടുതൽ ശക്തമാക്കാൻ ചെറിയ ചില പരിഹാരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം, അതുകൂടി ഒന്ന് കേൾക്കുക. ശനിയാഴ്ചകളിൽ ശനീശ്വരന് നെയ്വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ വ്യാഴാഴ്ച ദിവസം അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി നിങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞൊരു പാൽപായസ വഴിപാട് സമർപ്പിക്കുക. നിത്യവും സ്വന്തം ഇഷ്ടദേവതയ്ക്ക് ധൂപവും ദീപവും ഒക്കെ സമർപ്പിച്ച് പൂജാമുറിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഓർക്കുക, ഭാഗ്യം മാത്രം നമ്മുടെ ജീവിതത്തെ മാറ്റുമോ? ഇല്ല. ജ്യോതിഷ ഫലത്തോടൊപ്പം നമ്മൾ കഠിനമായിട്ടുള്ള അധ്വാനം കൂടി ചെയ്യണം. അല്ലാതെ ഇവിടെ ജ്യോതിഷി പ്രവചിച്ചു ഭാഗ്യം വരുന്നു എന്ന് പറഞ്ഞ് വാതിൽപ്പടിയിൽ ഇരുന്ന് കിഴക്കോട്ട് നോക്കി ഇരുന്നിട്ട് പ്രയോജനമില്ല. നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മം നീ ചെയ്യുക, നിനക്കുള്ള ഫലം ഞാൻ തരും എന്നതാണ് ദൈവം പറയുന്നത്. അപ്പോൾ കർമ്മവും ചെയ്യണം, പ്രാർത്ഥനയും ഒരേപോലെ വരുമ്പോഴാണ് അവിടെ ദൈവാധീനം ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയോ വലിയ പ്രവൃത്തിയോ എന്തുമായിക്കൊള്ളട്ടെ, അവിടെ ധനം, ഭാഗ്യം, ഐശ്വര്യം, നേട്ടങ്ങൾ, ലക്ഷ്മി കടാക്ഷം എന്നിവ സ്വയമേവ വന്നു ചേരും. അപ്പോൾ ഇതൊക്കെ ഏവരും ഒന്ന് മനസ്സിലാക്കുക, വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ നിങ്ങളുടെ കൃത്യമായ സമയം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ വെച്ച് നമ്മൾ ജാതകം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് പരിഹാരമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പൂർണ്ണ ഫലം വന്നു ചേരുന്നത്. ഇത് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായ ഒരു മാറ്റം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ നക്ഷത്രക്കാർക്ക് ചെറിയ ചില മാറ്റങ്ങളൊക്കെ തീർച്ചയായും വന്നു ചേരും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ അന്ന് അയച്ചു തന്നുകയാണെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു തരാം, കൃത്യമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇനി അതല്ലെങ്കിൽ ഗൃഹത്തിനടുത്ത് നല്ലൊരു ജ്യോതിഷി ഉണ്ടെങ്കിൽ അവരെ സമീപിച്ചാൽ കൃത്യമായ വിവരം നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ വീഡിയോയിലൂടെ നമ്മളിങ്ങനെ കമൻറ്റ് തരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ, പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഭയഭക്തി ബഹുമാനത്തോടു കൂടി പോകുന്ന ഏതൊരു വ്യക്തിക്കും ഗ്രഹമാറ്റങ്ങൾ വളരെ അനുകൂലമായ ഫലത്തെ നൽകുമെന്നതാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഏവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.